ഒരുപക്ഷെ നിങ്ങൾ ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എത്യോപ്യയും സുഡാനും വരുന്ന ആ ഒരു ബോർഡർ റീജിയനെ പറ്റിയുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ പൊതുവെ നമ്മൾ ആഭ്യന്തര കലാപത്തെക്കുറിച്ചും യുദ്ധങ്ങളെ പറ്റിയും അല്ലാതെ ഉള്ള പട്ടിണിയെ പറ്റിയൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ പൊതുവെ കാണുന്നത്. പക്ഷേ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡി പറയുന്നത് ഈ ഒരു ബോർഡർ റീജിയൻ എന്ന് പറയുന്നത് സാംക്രമിക രോഗങ്ങളുടെ ഒരു തലസ്ഥാനം തന്നെയാണ്. പ്രത്യേകിച്ച് ആഫ്രിക്കയെ കൺസിഡർ ചെയ്യുമ്പോൾ ആഫ്രിക്കയുടെ തന്നെ സാംക്രമിക രോഗങ്ങളുടെ ഒരു തലസ്ഥാനമായി മാറുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ റീജിയനെ പറയുന്നത്. പ്രത്യേകിച്ച് ഗാംബല എന്ന് പറയുന്ന റീജിയൻ. ഈ റീജിയൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ എത്യോപ്യയോടും ചേർന്ന് വരുന്നൊരു ഭാഗമാണ്. അതിനടുത്തായിട്ട് വരുന്നത് തന്നെയാണ് സൗത്ത് പാർട്ട് ഓഫ് സുഡാനും അവിടെ തന്നെയാണുള്ളത്. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് പ്രസിദ്ധമായിട്ടുള്ള ഒരു ജേർണലായിട്ടുള്ള BMJ ഗ്ലോബൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു ജേർണലാണ് പബ്ലിഷ് ചെയ്തത്. ഇതൊരു ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലാണ്. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് പല റിസർച്ചേഴ്സും ഓസ്ട്രേലിയയിൽ നിന്നുള്ള റിസർച്ചേഴ്സും ഉണ്ട്, പിന്നെ ടാൻസാനിയയിൽ നിന്നുണ്ട്, എത്യോപ്യയിൽ നിന്നുള്ള റിസർച്ചേഴ്സൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കട്ടൺ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അവിടെ നിന്നുള്ള സ്കൂൾ ഓഫ് പോപ്പുലേഷൻ ഹെൽത്തിൽ നിന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പിന്നെ ടെലിത്തോൺ കിഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഓസ്ട്രേലിയയിൽ തന്നെയുള്ള, അവിടെ നിന്നുള്ളവരുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്നുള്ളവരുണ്ട്. പിന്നെ താൻസാനിയയിൽ തന്നെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പിന്നെ എത്യോപ്യയുടെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഗോണ്ടറും പിന്നെ നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ നിന്നുള്ള റിസർച്ചേഴ്സൊക്കെ ചേർന്നിട്ടാണ് സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. ഈ സ്റ്റഡി റിസർച്ച് ഫണ്ട് ചെയ്തത് ഓസ്ട്രേലിയൻ നാഷണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ റിസർച്ച് കൗൺസിലാണ് ഈ സ്റ്റഡിക്ക് കൊണ്ട് പബ്ലിക് ഫണ്ടിങ് ഒക്കെ കൊടുത്തത്. ഈ സ്റ്റഡി പറയുന്നതെന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ ബാധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സാംക്രമിക രോഗങ്ങളായിട്ടുള്ള HIV, എയ്ഡ്സ് ഉണ്ടല്ലോ, അത്, പിന്നെ ട്യൂബർക്ലോസിസ്, നമ്മളെ ക്ഷയം എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പോയെന്ന് കരുതുന്ന രോഗം, പിന്നെ മലേറിയ തുടങ്ങിയ ഈ 3 രോഗങ്ങളാണ് ലോകത്തെ പ്രധാനമായിട്ട് ഈ മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും റേറ്റ്സിൽ വളരെ ഹൈ ആയിട്ട് ഉള്ള 3 രോഗങ്ങൾ. പ്രത്യേകിച്ച് ലോ ഇൻകം, മിഡിൽ ഇൻകം ഉള്ള രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള ഈ രോഗങ്ങൾ ഈ ഗാംബല എന്ന് പറയുന്ന ഈ എത്യോപ്യൻ റീജിയനിൽ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു 3,30,000 അടുത്തേ ഉള്ളൂ. അവിടെ തന്നെ ഈ റീജിയനാണ് ഈ ആഫ്രിക്കയുടെ ഒരു ഹബ്ബായി തന്നെ വേണമെങ്കിൽ കണക്കാക്കാവുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു രോഗാവസ്ഥയും മരണത്തിൻ്റെ ഒരു കണക്കും ഒക്കെയുള്ള അതിൻ്റെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ഈ റീജിയനിലുള്ളതെന്നാണ് ഈ സ്റ്റഡി പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് അവർ പല കാരണങ്ങൾ കണ്ടെത്തി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു റീജിയൻ ഒരു ബോർഡർ റീജിയൻ ആയതുകൊണ്ട് ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ഈ കേസ് മാനേജ്മെൻ്റ് ഉണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ഹെൽത്ത് സിസ്റ്റംസ് ഒക്കെ വളരെ വീക്കറാണ്. പിന്നെ ബോർഡർ കോൺഫ്ലിക്റ്റ് എപ്പോഴും നടക്കുന്ന റീജിയനാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഹെൽത്ത് കെയർ സിസ്റ്റം, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം അവിടെ ഇല്ല. പിന്നെ അവിടുത്തെ സോഷ്യോ എക്കണോമിക് ഇൻഡെക്സ് വൈസ് നോക്കുകയാണെങ്കിൽ പുവർ ഇൻകം ഒക്കെ ഉള്ളൊരു റീജിയനാണ്. പിന്നെ ട്രോപ്പിക്കൽ റീജിയനായിട്ട് വരും ആ ഒരു ഭാഗം. അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചറും റെയിൻഫോളും നമ്മുടെ നാട്ടിലെ പോലെ രോഗങ്ങൾ പടരാനുള്ള സാഹചര്യങ്ങൾ, നാച്ചുറലായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇത്തരം റീസൺസ് ആണ് ഈ ഗാംബല എന്ന റീജിയനിൽ ഇത്തരം രോഗങ്ങൾ വല്ലാതെ കൂടാൻ കാരണം. ഈ രോഗപ്രതിരോധത്തിന് വേണ്ടി പലതരത്തിലുള്ള പ്രോഗ്രാംസും ആഫ്രിക്കയിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിലും പലതും ഈ കോണ്ടിനെൻ്റൽ ലെവലിലും അല്ലെങ്കിൽ നാഷണൽ ലെവലിലുമുള്ള പ്രോഗ്രാംസാണ്. പക്ഷേ ഈ സ്റ്റഡിയിലൂടെ അവർ പറയുന്ന ഇത്തരത്തിലുള്ള നാഷണൽ വൈഡ് സർവീസ് റെസ്പോൺസിന് പകരമായിട്ട് ഒരു റീജിയൻ സെലക്ട് ചെയ്ത്, ഇത്തരത്തിലുള്ള റീജിയൻ, ഈ ഗാംബല റീജിയൻ പോലുള്ള റീജിയൻ സെലക്ട് ചെയ്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് സർവീസസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുള്ളൂ എന്നാണ് ഈ സ്റ്റഡിയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഈ സ്റ്റഡിയിൽ നിന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പല ഇൻഫർമേഷനും എത്യോപ്യയിലുള്ള പോളിസി മേക്കേഴ്സിന് കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് വളരെ ജിയോഗ്രഫിക്കലി ടാർഗറ്റഡ് ആയിട്ടുള്ള വളരെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് കൺട്രോൾ പ്രോഗ്രാംസ് ഒക്കെ ഭാവിയിൽ അവർക്ക് പ്ലാൻ ചെയ്യാനും ഇത്തരത്തിലുള്ളൊരവസ്ഥയിൽ നിന്ന് മുക്തി നേടാൻ ഈ ഗാംബല എന്ന റീജിയന് സഹായിക്കുന്ന പല സജഷൻസും ഈ സ്റ്റഡിയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ദിവസം മറ്റൊരു റീസെൻ്റ് റിസർച്ചുമായിട്ട് നിങ്ങളടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.